ഹലോ ഗൈസ്, വെൽ ഇറ്റ്സ് മീ അജ്മൽ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മാസ് പെർഫെക്റ്റ്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാമെന്ന് പറയുമ്പോൾ ഒരു ഫോട്ടോഷോപ്പ് യൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ ഡ്രസ്സിൻ്റെ കളർ എങ്ങനെ മാറ്റാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് കണ്ട പിക്ചർ എടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം ചെയ്യണമെന്ന് പറയുമ്പോൾ ലെയർ മാസ്ക് ചെയ്യുക. ലെയർ മാസ്ക് ചെയ്ത ശേഷം നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ട ലെയറിൻ്റെ മണ്ടയിലാണ്, അല്ലാതെ ഒരിക്കലും പിക്ചറിൻ്റെ മണ്ടയിലാണ്. ലെയറിൻ്റെ മണ്ടയിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം ലെയർ മാസ്കിൻ്റെ താഴെ ഒരു അപ്പുറത്തൊരു ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്ത് ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണും. അത് വീണ്ടും ഓപ്പൺ ആക്കാം. അത് ഓപ്പൺ ആക്കിയ ശേഷം അതിൻ്റെ ഹാൻഡിൻ്റെ ഒരു ഐക്കൺ കാണും. അത് ജസ്റ്റ് നമ്മളെ ഷർട്ടിൻ്റെ കളർ ആയെന്ന് വെച്ചാൽ അതിലോട്ട് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ആ ഹ്യൂ ഒന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഹ്യൂ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ആ ഷർട്ടിൻ്റെ കളറും ഇപ്പോൾ നമുക്ക് അത്ര പ്യുവറായിട്ട് കിട്ടിയില്ല. അതിന് കാരണം എന്ന് പറയുമ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ടൊരു ഓപ്ഷൻ കാണും, ആ ബാർ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് എത്ര സ്ഥലത്ത് എത്രത്തോളം കളർ വേണമെന്നുള്ള നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഇവിടെ കറക്റ്റ് റെഡിലോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സാച്ചുറേഷൻ കൂടി അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഈ സാച്ചുറേഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആ പ്യുവറായിട്ട് നല്ലോണം കാണാൻ പറ്റുന്നതായിരിക്കും. സാച്ചുറേഷൻ കൂടി ഫുൾ അഡ്ജസ്റ്റ് ചെയ്യാണ്. സാച്ചുറേഷൻ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം എടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മളെ ഷർട്ടിൻ്റെ കളർ സ്കിൻ ടോണായിട്ട് മാച്ച് ആകാത്ത ഗ്രീൻ ബ്ലൂ ഒക്കെ ആണെങ്കിൽ നമുക്ക് നല്ലോണം ചെയ്യാൻ പറ്റും. അതേസമയം വേറെ കളറുകളാണെങ്കിൽ കുറച്ച് പാടായിരിക്കും ചെയ്യാൻ. അതിനെപ്പറ്റി ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. ഇപ്പോൾ നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സ്കിൻ ടോൺ മീൻസ് ആ സ്കിൻ ടോണിൻ്റെ ബാർ കുറച്ചുകൂടെ പുറത്തോട്ട് പോവുകയാണെങ്കിൽ അത് സ്കിന്നിലും കയറുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് സ്കിന്നിൽ കയറാത്ത വിധത്തിൽ വേണം നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് നിങ്ങൾ എന്തായാലും ഉറപ്പ് വരുത്തുക സ്കിന്നിൽ കയറുന്നില്ല എന്ന്. അതിനുശേഷം ഹ്യൂ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഈ കളറൊന്ന് മാറി കിട്ടും. അതേപോലെ സാച്ചുറേഷൻ അഡ്ജസ്റ്റ് ചെയ്യുക. സാച്ചുറേഷൻ ഫുള്ളാക്കിയിട്ട് ഇപ്പോൾ നമ്മുടെ ഷർട്ടിലും കയറി, വൈറ്റ് ഷർട്ടിൽ. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഹ്യൂ ഗ്രീനിലോട്ട് കൊണ്ടുവരികയാണ്. ആ ബാർ അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് ഓരോ കളറിലോട്ടും പോകും. ഇപ്പോൾ ഞാൻ ഇവിടെ വൈറ്റ് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്, യെല്ലോ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. യെല്ലോ കൊണ്ടുവരുന്നതിനായിട്ട് നമ്മൾ ഈ ഹ്യൂ ഓപ്ഷൻ നേരെ റെഡിലോട്ട് കൊണ്ടുവന്ന് വയ്ക്കുക. അതിനുശേഷം ആ ടോൺ അഡ്ജസ്റ്റ് ചെയ്യുന്ന ആ ബാർ മീൻസ് എത്രത്തോളം കളർ വേണമെന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്ന ആ ബാർ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ ഒരു പ്യുവർ യെല്ലോ കിട്ടില്ല, അത് സ്കിൻ ടോണിനോട് ചേർന്ന കളറാണ്. അതുകൊണ്ട് നമുക്കൊരു അഡ്ജസ്റ്റബിൾ യെല്ലോ കിട്ടുന്നതായിരിക്കും. ഇനി അതേസമയം ബ്ലാക്കിലോട്ട് കൊണ്ടുവരാനാണെങ്കിൽ സാച്ചുറേഷൻ ഫുള്ള് കുറയ്ക്കുക. അതേപോലെ തന്നെ ലൈറ്റ്നെസ് എന്ന് പറയുന്ന ഓപ്ഷന് ഫുള്ള് കുറയ്ക്കുക, ഏറ്റവും മൈനസ് ചെയ്തിടുക. അപ്പം നമുക്കൊരു ബ്ലാക്ക് കിട്ടും. ഒരിക്കലും പ്യുവർ ബ്ലാക്ക് അല്ല, ഇതൊരു സാധാ ഒരു ബ്ലാക്കാണ്. അതേസമയം വൈറ്റ് പോകാനായിട്ട് ലൈറ്റ്നസ് ഫുള്ള് കുറയ്ക്കുക. ഇനി സേവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫയൽ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ എക്സ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ്, അതിൻ്റെ അകത്ത് എക്സ്പോർട്ട് ആസ് കൊടുത്താൽ മതി. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ സീ സൂൺ ഗൈസ്, ബൈ.